വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. വിശുദ്ധ മത്തായി 16-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 27 വരെ. താൻ മെശിയാണെന്ന് ആരോടും പറയരുതെന്ന് യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചു. താൻ യെരുശലേമിലേക്ക് പോകുമെന്നും ജനപ്രമാണിമാരും പ്രധാനാചാര്യന്മാരും വേദപണ്ഡിതരും ചേർന്ന് തന്നെ വളരെ പീഡിപ്പിക്കും എന്നും കൊല്ലുമെന്നും 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഉള്ളത് താൻ യേശു അപ്പോൾ മുതൽ ശിഷ്യന്മാരുടെ വ്യക്തമാക്കുവാൻ തുടങ്ങി. ഈ പാവനെ മാറ്റി നിർത്തി, കർത്താവേ, അത് നിനക്ക് ഭവിക്കരുത് എന്ന് തടസ്സം പറയുവാൻ തുടങ്ങി. അവൻ തിരിഞ്ഞ് കീപ്പായോട്, സാത്താനെ, നീ എൻ്റെ പിന്നിൽ പോവുക, നീ എനിക്ക് പ്രതിബന്ധമാകുന്നു. നിന്റെ ചിന്താഗതി ദൈവികമല്ല, മാനുഷികമത്രേ എന്നരുൾ ചെയ്തു. പിന്നീട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ അന്വേഷിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നവൻ ഇത് നഷ്ടപ്പെടുത്തും. എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. ഒരുവൻ സർവ്വലോകവും നേടിയാൽ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? അവൻ ആത്മാവിന് പകരം എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ തൻ്റെ പരിശുദ്ധ മാലാഖമാരുടെ പിതാവിൻ്റെ മഹത്വത്തിൽ വരും. അപ്പോൾ ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തിക്ക് അനുസരണമായി പ്രതിഫലം നൽകുമെന്ന് താനുള്ളിൽ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധമായി സ്തുതി. യാതൊരു നടനത്തിൻ്റെ നിങ്ങൾ ഒന്നേക്കുണ്ടായിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, ഉയർപ്പ് പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ ഈ വ്യാഴാഴ്ച ദിവസവും കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് ലഭിച്ചതായ ഈ ഭാഗ്യകരമായ അവസരത്തിൽ നന്ദി പറയാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയിലൂടെ, ആരാധനയിലൂടെ, വചന വായനയിലൂടെ നമുക്ക് കിട്ടിയ സന്ദേശം എന്താണ്? വിശുദ്ധ കുർബാനയ്ക്ക് വായിച്ചതായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 27 വരെ നമ്മൾ ഇന്നലെയും വായിച്ചതാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിച്ച തിരുവചനത്തിൻ്റെ ഇണവാക്യങ്ങളായി ഇത് ഇന്നലെ വായിച്ചു. മർക്കോസും മത്തായിയും പത്രോസ് സ്ലീഹായെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇണയാർ ചിന്തിച്ചു. പത്രോസിനെ മനുഷ്യരെ പിടിക്കുന്നവരായത് എങ്ങനെയാണ്? തൻ്റെ ഉള്ളിലെ പിശാചിൻ്റെ ഒളിപ്പിടങ്ങൾ തകർത്ത് താൻ ആത്മാവിൽ നിറഞ്ഞപ്പോഴാണ് തനിക്ക് മനുഷ്യരെ നേടാൻ കഴിഞ്ഞതെന്നുള്ള കാര്യമാണ് ഇന്നലെ നമ്മൾ കേട്ടത്. നമ്മുടെ എല്ലാവരുടെയും അടിമനസ്സിൽ, ഉപബോധ മനസ്സിൽ, സുബോധ മനസ്സിൽ എവിടെയൊക്കെയോ പിശാചിനെ കയറി വരാനുള്ള പഴുതുകളുണ്ടെന്നുള്ള കാര്യം. പിശാചിൻ്റെ കയറി വരാനുള്ള പഴുതും കയറിയാൽ ഇരിക്കാനുള്ള ഒളിപ്പിടങ്ങളുണ്ടെന്നുള്ളതാണ് ഈ പഠിച്ചതിൻ്റെ ചുരുക്കം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെയായിട്ടും ആത്മനിറവിലെത്താൻ കഴിയാത്തതിൻ്റെ കാര്യം, നമ്മുടെ ഉള്ളറയിൽ തിന്മയ്ക്ക്, അശുദ്ധിക്ക്, ശാപത്തിന് ഇരിക്കാൻ ഇടമുണ്ട്. ശപിക്കപ്പെട്ട വസ്തുക്കൾക്ക് ഒളിച്ചിരിക്കാൻ സ്ഥലം നമ്മുടെ വീട്ടിലുമുണ്ട്, ഹൃദയങ്ങളിലുമുണ്ട്. അപ്പോൾ ദൈവം നമ്മളോടെ ഉള്ളതിൻ്റെ യാതൊരു ഗുണവും നമുക്കുണ്ടാകുകയില്ല. ദൈവം നമ്മളോട് ഇരിക്കുകയില്ലെന്നാണ് യോശുവയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കനാൻ ദേശം കൈവശമാക്കുവാൻ ചെന്ന ജനങ്ങൾക്ക് ഹായിപ്പട്ടണം പിടിക്കാൻ സാധിക്കാതെ വണ്ണം അവർ പരാജയപ്പെട്ട് ദുഃഖിതരായി യോശുവ ദൈവസന്നിധിയിൽ അനേക മണിക്കൂറുകൾ വിലപിച്ച് നിലവിളിച്ച്, ഞങ്ങൾ തോറ്റുപോയല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ച് നിലവിളിച്ചപ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് കിട്ടിയ സന്ദേശമാണ്, നിങ്ങളുടെ ശാപമുണ്ട്. ശാപം മാറാതെ, ശപഥാർപ്പിത വസ്തു നിങ്ങളുടെ ഉള്ളിൽ നിന്നും വീട്ടിൽ നിന്നും മാറ്റാതെ ദൈവത്തിന് നിങ്ങളെ ജയിപ്പിക്കാനൊക്കെ തോറ്റു പോകുന്നു. അപ്പോൾ തോക്കാതിരിക്കണമെങ്കിൽ ശപഥാർപ്പിത വസ്തുക്കൾ നമ്മിൽ നിന്ന് മാറ്റുകയും അങ്ങനെയുള്ള വസ്തുക്കൾ എടുക്കാതിരിക്കുകയും അതുണ്ടാകാതിരിക്കുകയും ചെയ്യണം. ഉണ്ടായാൽ ഉടനെ എടുത്ത് കളയണമെന്നാണ്. ആത്മീയവും മാനസികവും ശാരീരികവുമായ പരാജയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ ജയിക്കാത്തവരുമുണ്ട്. എന്താ ജയം കിട്ടാത്തത് എന്ന് വിചാരിച്ച് നമ്മൾ വ്യാകുലപ്പെടാറുമുണ്ട്. പ്രാർത്ഥനയ്ക്ക് എന്നാ മറുപടി കിട്ടുക? എത്ര നാളായി വരവും പോക്കും തുടങ്ങിയിട്ട്, എത്ര നാളായി ധ്യാനം തുടങ്ങിയിട്ട്, എന്നിട്ട് എന്താ എൻ്റെ കാര്യം ഇതുവരെ നടക്കാത്തതെന്ന് വിചാരിച്ച് വിഷമിക്കുന്നവരുമുണ്ട്. അവരോടുള്ളതായ കർത്താവിൻ്റെ മറുപടി ഇതാണ്: വചനം 100% അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ മാത്രമേ ദൈവത്തിന് കൂടെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. വചനം തള്ളിയിട്ട് നമ്മളൊരു വ്യക്തി അത്യാഗ്രഹത്തോടെ എന്തെങ്കിലും ഹൃദയത്തിലോ വീട്ടിലോ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചാൽ മതി, ദൈവം അവിടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ആരാധന സ്ഥലത്ത് വരുമ്പോൾ, ആരാധന സ്ഥലത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ആരാധനയെ മുടക്കാൻ സാധിക്കും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളെല്ലാവരും ആരാധനയ്ക്ക് വരുമ്പോൾ, ദൈവമേ, ഞാൻ ആരാധിക്കാൻ പോവുകയാണ്, എനിക്ക് നിന്നെ ആരാധിക്കണം. നിന്നെ ആരാധിക്കുന്നതിന്, നിന്റെ സാന്നിധ്യം ആസ്വദിക്കുന്നതിന് തടസ്സമായ ഏതെങ്കിലും കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലോ എൻ്റെ വീട്ടിലോ എൻ്റെ ഉള്ളിലോ എൻ്റെ ശരീരത്തിലോ ഉണ്ടെങ്കിൽ അത് ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലേ നമ്മൾ ചെല്ലുന്നിടത്ത് ദൈവം നമ്മളോട് കാണുകയുള്ളൂ, നമ്മുടെ കൂടെ ഉള്ളവർക്കും ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. നിർഭാഗ്യവശാൽ ഈ വചനം പാലിക്കാത്ത ഒരാളെങ്കിലും എല്ലാ കുർബാനയ്ക്കും എല്ലായിടത്തും കാണും. അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് പോവുക. എന്താ? അപ്പോൾ അതവരെ കണ്ടുപിടിച്ചവരെ പുറത്താക്കുക, അവർ പുറത്താവുക വേണം, ഏതെങ്കിലും വേണം.
ഏതെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ കാര്യമൊന്നും നടക്കുകയില്ല. അതിന് ദൃഷ്ടാന്തമാണ് യോശുവയുടെ പുസ്തകത്തിൽ ആഹാന്റെ കാര്യം. എത്ര അധ്യായത്തിലാണെന്ന് അറിയാമോ? എത്ര അധ്യായത്തിലാണ്? 7-ാം അധ്യായത്തിൽ ഇങ്ങനെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പരാജയത്തിന്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ശാപം നിങ്ങൾ, എത്രാം വാക്യത്തിലാണ്, ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റാതെ ശപിക്കപ്പെട്ടവരെ നിങ്ങൾ വേർതിരിക്കാതെ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകുക, നിങ്ങൾക്ക് വിജയം ഉണ്ടാകുക. എത്രാം വാക്യമാണ്? 18. 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട്. അപ്പൊ ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി, ശാപത്താൽ ഗ്രസിക്കപ്പെട്ടിരിക്കുന്നു, ശാപഗ്രസ്തരായിരിക്കുന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടേണ്ടതായി വന്നു. അപ്പൊ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്ന പരാജയങ്ങൾ നമ്മുടെ പള്ളിയിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ബിസിനസ് രംഗത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളോ നമ്മുടെ വീട്ടിലോ ശപഥാർപ്പിത വസ്തു എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ? നമ്മളോ നമ്മുടെ പൂർവികരോ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വീട്, നമ്മൾ താമസിക്കുന്ന വീട് ഐശ്വര്യം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും മന്ത്രവാദിയെ കണ്ട് അവർ പറഞ്ഞ് തകർന്നുകൊണ്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. ദൈവം ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. അപ്പം ദൈവം വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ, 1-ാം കൽപ്പന ലംഘിച്ചാൽ ദൈവം അവരോട് മഹാതീക്ഷ്ണതയുള്ള ആളാണ്, അവരെ നശിപ്പിച്ച് കളയുണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ട് ഈ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണണമെങ്കിൽ, ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് സന്തോഷിക്കണമെങ്കിൽ മഗ്ദല മറിയത്തെ പോലെ അശുദ്ധാത്മാവിനോട് യാത്ര പറയണം, അശുദ്ധികളോട് യാത്ര പറയണം, കർത്താവ് മാത്രം നമ്മുടെ ജീവിതത്തിലെ ലാക്കാകണം. അങ്ങനെ ശുദ്ധ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ഹൃദയം മുഴുവനായി യേശുവിന് കൊടുത്ത് യേശുവിനെ അന്വേഷിച്ചാലേ കർത്താവിന് പ്രത്യക്ഷപ്പെടാനൊക്കെയുള്ളൂ. മഗ്ദല മറിയത്തിന്റെ അടുത്ത് ആദ്യം പ്രത്യക്ഷപ്പെടാൻ കാരണം കർത്താവിന്റെ പുറകെ ഒത്തിരി പേര് വന്നെങ്കിലും അവരെക്കാളൊക്കെ അധികമായി ഇനി പാപം ചെയ്തെന്ന് പറഞ്ഞു അനുസരിച്ച് പാപം ചെയ്യാതെ യേശുവിനെ മാത്രം ലാക്കാക്കിക്കൊണ്ട് രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ വചനം ധ്യാനിച്ചുകൊണ്ട് യേശുവിനെ തപ്പി നടന്നുകൊണ്ട് അവർക്ക് തന്നെ ആദ്യം കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പം നമുക്ക് നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ ധ്യാനമന്ദിരത്തിനും കർത്താവിനെ കാണിച്ച് കൊടുക്കുന്ന അനുഭവം വേണമെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ഇനിയും കളയാനുണ്ട്, നമ്മളിൽ നിന്ന് എന്തൊക്കെയോ പോകാനുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കണം. അപ്പോൾ ആ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്കും മാത്രമല്ല നമ്മുടെ അയലോകക്കാർക്കൂടെ ശല്യമായിരിക്കും. ആഹാൻ എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തി കാരണമാണ് അവർക്ക് പരാജയം സംഭവിക്കുക. ആഹാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ അത്യാഗ്രഹം കൊണ്ട്, മനസ്സെണ്ണക്കേട് കൊണ്ട് എന്തു സംഭവിച്ചു? ഇസ്രായേലിനോട് മുഴുവനോടും ദൈവത്തിന് കോപമുണ്ടായി. അപ്പം നമ്മളുടെ കൂടെ നടക്കുന്നവർ, നമ്മുടെ കൂടെ ഇരിക്കുന്നവർ, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മാത്രം ശപിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മാത്രം നമ്മൾ ശപിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക. നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും അത്യാഗ്രഹത്തോടെ ദൈവം വിലക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിനോട് യാത്ര പറയുക. ഏതെങ്കിലും മന്ത്രവാദികൾ ജപിച്ചു കൊടുത്തിരിക്കുന്ന തകിടും കെട്ടിക്കൊണ്ട് ആ പള്ളി വരുന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അവിടെ വരാൻ അവരെ പുറത്തിറക്കണമെന്നാണ് പറയുന്നത്. അതിനാ ഈ ധൂപം വീശിക്കൊണ്ട് ശുശ്രൂഷക്കാരനോ ഷമ്മാസിനോ പടിഞ്ഞാറോട്ട് വരുന്നത്. ആരെങ്കിലും സത്യവിശ്വാസികളായിട്ടല്ലാതെ ഉണ്ട് ഇറങ്ങിപ്പോക്കൂ, സത്യവിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള കുർബാന എന്ന് പറയാൻ വേണ്ടിയാണ്. അതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് ഈ വരുമ്പോൾ കുരിശ് വരച്ച് കാണിക്കുന്ന അയ്യോ എന്നെ ഇറക്കി വിടല്ലേ, ഞാൻ സത്യവിശ്വാസിയാണ്, എൻ്റെ ഇവിടെ അശുദ്ധമായതൊന്നുമില്ല, ഞാൻ എല്ലാം കളഞ്ഞേച്ചാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കാണിക്കുക. കുരിശ് വരയ്ക്കാത്തവരെ ഇറക്കി വിടുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ആദ്യം കുർബാന നടന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുഖാന്തരം നമ്മൾ ചെല്ലുന്ന ഇടം പരാജയപ്പെടുന്നുണ്ടോ? നമ്മൾ മുഖാന്തരം നമ്മുടെ സഭ, നമ്മുടെ വീട്, നമ്മുടെ ഇടവക, നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം ശപിക്കപ്പെടുന്നുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിച്ചില്ലെങ്കിൽ ഒരൊറ്റ വ്യക്തിക്ക് എല്ലാവരെയും പരാജയപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ഒരു സ്വയപരിശോധന നമുക്ക് വേണമെന്നാണ് ഈ കഴിഞ്ഞ ഇന്നലെ ഇന്നുമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശു പലർക്ക് പ്രത്യക്ഷപ്പെട്ടു. 500 പേർക്ക് വരെ പ്രത്യക്ഷപ്പെട്ടെങ്കിലും പെന്തിക്കോസ്ത് പെരുന്നാളിന് കാത്തിരിക്കാൻ 120 പേരെ കിട്ടിയുള്ളൂ. ഒരു സ്വപ്നം പോലെ അവരങ്ങ് തള്ളിക്കളഞ്ഞു. കർത്താവിനെ കണ്ട കാര്യങ്ങൾ 500 പേരുടെ ജീവിതത്തിലുണ്ടായെങ്കിലും അത് അവർക്ക് വിവേചിക്കുവാനോ അത് വിശ്വാസമാകാനോ അത് യേശുവിനെ അന്വേഷിക്കുവാനോ അത് കൂട്ടായ്മയ്ക്ക് അപ്പോസ്തലന്മാരുമായി ആരാധിക്കാനൊന്നും അവർക്ക് സാധിച്ചില്ല. കണ്ടതും കൊണ്ട് അവർ നടന്നു, അവരങ്ങ് പോയി. ഇങ്ങനെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അപൂർണതയിൽ കിടക്കുന്നു അത് പൂർണ്ണതയിൽ എത്തിക്കുവാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നത്തെ വേദഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പത്രോസിന്റെ ജീവിതത്തിൽ പിശാചിന് കയറാൻ ഇടയുണ്ടായിരുന്നു. ആ പിശാചിന് കയറാൻ ഇടയുണ്ടായിരുന്ന ആ വഴിയുമായ ഇടവും തകർക്കാൻ 3.5 കൊല്ലം പല പ്രാവശ്യം ശാസിക്കേണ്ടി വന്നു കർത്താവ്. പല പരാജയങ്ങളും സങ്കടങ്ങളും വരേണ്ടി വന്നു, ഒത്തിരി കരയേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പത്രോസിനെ കൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് പല പ്രാവശ്യം ചോദിച്ച് സ്നേഹിക്കുന്നത് പറയിപ്പിച്ച് അങ്ങനെ യഥാസ്ഥാനപ്പെടുത്തിയിട്ടാണ് പെന്തിക്കോസ്തിയിൽ താൻ 1000 കണക്കിന് പേരെ നേടുന്ന ആളായിത്തീരുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ
ആത്മാക്കളെ നേടുവാൻ സാധിക്കാത്തതിൻ്റെ കുറവ് നമ്മുടെ ഉള്ളിൽ എവിടെയാണെന്ന് കണ്ടെത്തിയതിന് പരിഹാരം വരുത്തുവാൻ നമ്മുടെ കൂട്ടായ്മയും ഉതകണമെന്നാണ് പത്രോസിയായിരിക്കും നമുക്ക് ഇന്നും നമ്മളോട് പറയാനുള്ള കാര്യം. അപ്പോൾ പത്രോസിന് സ്വർഗീയ വെളിപ്പാട് കിട്ടാനൊരു പഴുതുണ്ടായിരുന്നു, പിശാചിനെ കയറി പ്രവർത്തിക്കാനൊരു പഴുതുണ്ടായിരുന്നു. അത് പത്രോസ് അറിഞ്ഞില്ല എന്നുള്ളതാണ് പത്രോസിൻ്റെ പരാജയം. അതറിയാൻ ഒത്തിരി നാൾ എടുക്കേണ്ടി വന്നു. അപ്പം നമ്മൾ ഏത് ആത്മാവിലാണ് സംസാരിക്കുന്ന അറിയാത്തൊരു കാലം നമുക്കുണ്ട്, ഏത് ആത്മാവിലാണ് നമ്മൾ പ്രതികരിക്കുന്നതെന്ന് അറിയാത്തൊരു കാലം നമുക്കുണ്ടാകാം. ഇതെല്ലാം സ്വയപരിശോധന ചെയ്ത് കർത്താവേ നീ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കാൻ, നിന്റെ വചനം പൂർണ്ണമായി അനുസരിച്ച് എന്നോട് പ്രതികരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് വായിച്ച വേദഭാഗങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് വായിച്ച 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെയുള്ള ഭാഗത്തിൽ, 1 യോഹന്നാൻ 5-13 മുതൽ 21 ഭാഗത്തിൽ വിഗ്രഹങ്ങളോട് അകന്നുകൊള്ളുകയെന്ന് പറഞ്ഞാണ് ആ ലേഖനം അവസാനിക്കുന്നത്. എത്രാം വാക്യത്തിലാത്? ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്യാഗ്രഹത്തിന്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ പിശാച് കയറിയിരിക്കും. കുഞ്ഞുങ്ങളെ നിങ്ങൾ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും. ഈ ഏതാണ് വിഗ്രഹങ്ങൾ? അത്യാഗ്രഹം എല്ലാം വിഗ്രഹമാണെന്ന് കൊലോസ്യർ 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. കൊലോസ്യർ 3-ാം അധ്യായത്തിൽ എത്രാം വാക്യത്തിലാണ് അത്യാഗ്രഹങ്ങൾ വിഗ്രഹ ആരാധനയാണെന്ന് പറയുന്നത്? എത്ര? 5-ാം വാക്യം, 3-ാം വാക്യം. കൊലോസ്യർ 3-ന്റെ എന്താ പറയുന്നത്? 3-ന്റെ 5. പറഞ്ഞാൽ കൊലോസ്യർ 3-ന്റെ 5 അത്യാഗ്രഹങ്ങളെല്ലാം വിഗ്രഹമാണ്, അതിനകത്തെല്ലാം പിശാച് ഒളിച്ചിരിക്കും. അപ്പൊ ദൈവം അവിടെ നിന്ന് മാറും. ഏതാ? ആഖാന് അത്യാഗ്രഹം ഉണ്ടായി. ഏതാ? വിലക്കപ്പെട്ടതായ ആ ശബദാർപ്പിതത്തിൽ അത്യാഗ്രഹം ഉണ്ടായി. അവിടുത്തെ ആ വസ്ത്രത്തിലും വെള്ളിയിലും പൊന്നിലും ഒക്കെ അത്യാഗ്രഹം ഉണ്ടായപ്പോൾ അത് വിഗ്രഹമായി മാറി. ആ വിഗ്രഹത്തിനകത്ത് ശപിക്കപ്പെട്ട പിശാച് കയറിയിരുന്നു. അതോടുകൂടി അവരുടെ ഇസ്രായേൽക്കാർക്ക് മുഴുവൻ പരാജയം സംഭവിച്ചു. എത്രാം വാക്യത്തില? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അപ്പം അത്യാഗ്രഹം വിഗ്രഹവും വിഗ്രഹാരാധനയുമാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ പെന്തിക്കോസ്തി പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇനി വരാൻ പോകുന്ന ജൂൺ മാസം 4-ാം തീയതി നടക്കാൻ പോകുന്ന പെന്തിക്കോസ്തി നമ്മുടേതാകണമെങ്കിൽ മനുഷ്യരെ നേടുന്നവരായി അനേകരെ ദൈവത്തോട് ചേർക്കുന്നവരാക്കുന്ന വലിയ സുവിശേഷ വേലയുടെ ആ കൂട്ടാളിത്തം നമുക്ക് ലഭിക്കണമെങ്കിൽ അന്ന് കാത്തിരുന്ന 120 പേർക്ക് മാതാവും യോഹന്നാനും ഒത്തിരി ക്ലാസ് എടുത്തു. ആ മാതാവിൻ്റെയും യോഹന്നാൻ്റെയും അനുഭവ സാക്ഷ്യങ്ങളിലാണ് ഈ 120 പേരെ ബലപ്പെടുത്തി അവർ ഒരുമനപ്പെടാൻ സഹായിച്ചത്. നമുക്കും ആരാധനയ്ക്ക് വരുന്നവരുടെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ, കൂട്ടായ്മകൾ ഇവ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് ദൈവാത്മാവ് നിറയെ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഗ്രഹങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടിമനസ്സിൽ ഒളിച്ചു കിടക്കുന്ന വിഗ്രഹങ്ങളും ശബദാർപ്പിത വസ്തുവായി അവിടെ കാണും. അത് കർത്താവിന് കാണാൻ കഴിയും. മറ്റാർക്കും കാണാൻ കഴിയാത്ത കാര്യം പോലും കർത്താവിന് കാണാൻ കഴിയുന്നുണ്ട്. അത് ദൂരെ വെച്ച് കണ്ടിട്ടേ അടുക്കാതിരിക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടെങ്കിൽ കർത്താവിനെ കാണാൻ കഴിയുന്നില്ലേ ശബദാർപ്പിത വസ്തു എവിടെയോ വീട്ടിലോ നാട്ടിലോ എവിടെയെങ്കിലും കാണും. അതെവിടെയാണെന്ന് കണ്ടുപിടിച്ചതിനോട് യാത്ര പറഞ്ഞെങ്കിലേ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ നമ്മൾ വേല തയ്ക്കാൻ കഴിയുന്നതാണ് യോഹന്നാൻ്റെ ലേഖനം നമ്മളോട് പറയുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ 3 തൊട്ട് 6 വരെയുള്ള കാര്യം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് എഴുതി. വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്ന് പറയും. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും ദോഷത്തെ വെറുക്കുന്ന കാര്യത്തിലും നമ്മൾ വചനപ്രകാരം പ്രതികരിച്ചില്ലെങ്കിൽ വിഗ്രഹാരാധനയിൽ കുടുങ്ങി നമ്മൾ അനേകം പരാജയം കൊടുക്കുന്നവരാകാം. സങ്കേത ഭവനത്തിൻ്റെ പരാജയത്തിന് ഞാനാണോ കാരണക്കാരൻ ഞാൻ ചോദിക്കുക. ആണ് എന്നെ ഞാൻ കൊന്നേരെന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ. ഈ സങ്കേത ഭവനം ഇങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ കിടന്നാൽ മതിയോ? ഞാനാണ് ഇതിനകത്ത് കുഴപ്പം, എന്നെ തട്ടിയേക്കാൻ പറഞ്ഞു. എന്നിട്ട് മരണസമയത്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി കൈയും കാലൊക്കെ നേരത്ത് വെച്ച് നീ അങ്ങ് എടുക്കണം എടുത്തോളാൻ പറഞ്ഞ് മരണസമയത്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലിച്ചാൽ കിടന്നത്. ഞാനാണ് ഇതിനകത്ത് കുഴപ്പക്കാരനെങ്കിൽ എന്നെ അങ്ങ് തട്ടിയായിരുന്നു. ഞാൻ മാത്രമായിട്ട് ശല്യം ഉണ്ടാകില്ലേ? വയസ്സ് 73, 74 പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. കർത്താവ് ഞാൻ മുഖാന്തരം ഞാൻ പോകുന്നിടമോ എൻ്റെ സ്ഥാപനമോ എൻ്റെ വീടോ എൻ്റെ സഭയോ തകരരുത് എന്ന് പറഞ്ഞ് എന്നും മരണത്തിന് തയ്യാറാകണം. ആത്മഹത്യ ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ എന്നും മരണത്തിന് തയ്യാറായിരിക്കുക. മരണം എപ്പോൾ വേണമെങ്കിലും നമ്മളെ സമീപിക്കുന്നതിന് നമ്മൾ തന്നെ സ്വാഗതം ചെയ്യണം. എപ്പോഴും എല്ലാ ദിവസവും നമ്മുടെ അവസാനത്തെ ദിവസമായിട്ട് എണ്ണീട്ട് വേലയെല്ലാം തികച്ച് കണക്ക് ക്ലോസ് ചെയ്ത് ചെയ്യണം കിടക്കാമെന്നുള്ള കാര്യം. ഞാൻ മുറി തുറന്നിട്ട് ശവം എടുത്തുകൊണ്ട് വേണം സൗകര്യത്തിന് വേണ്ടി. സാധാരണ എന്താ
അതെ, അങ്ങനെയാ യാക്കോബ് അങ്ങനെ കിടന്നെന്നാ പറഞ്ഞ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചേച്ച് കട്ടിലൊക്കെ കാലൊക്കെ എടുത്തു വെച്ച് ശവം എടുക്കാനായിട്ട് തല്ലിപ്പൊളിക്കാനിടയാകാതിരിപ്പോ ഞാൻ ഇപ്പോൾ തുറന്നിട്ടാ കിടന്നത്. എന്നിട്ട് രാവിലെ ഇനി എഴുന്നേറ്റിരുന്നു. ഇപ്പൊ എന്നാ ചെയ്യുന്നു? ചത്തില്ല, ഇപ്പൊ എന്നാ ചെയ്തു? അങ്ങനെയാണ് കർത്താവെ നീ ജീവിച്ചോ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാവണം, ഞങ്ങളോട് കൃപയുണ്ടാകണം. ഞങ്ങൾ മുഖാന്തരം, ഞാൻ മുഖാന്തരം എവിടെയെങ്കിലും ശാപം, ആർക്കെങ്കിലും പരാജയം ഉണ്ടായോ? ഞാൻ മുഖാന്തരമാണോ എൻ്റെ വീട് പരാജയപ്പെട്ടത്? ഞാൻ മുഖാന്തരമാണോ എൻ്റെ മക്കൾ പരാജയപ്പെടുന്നത് എന്നൊക്കെ ഞങ്ങൾ പരിശോധിക്കണമേ. വിദ്യാരംഭത്തിനായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പൈതലിനെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ആ പൈതൽ നല്ല ശോഭനമായ ഭാവിയിൽ എത്തിച്ചേരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല വിജയം ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ വിജയത്തിന് തടസ്സമായി എന്തെങ്കിലും ശാപം പൂർവികർക്കുണ്ടെങ്കിൽ അത് അവരിൽ നിന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കോ പൂർവികർക്കോ ആർക്കെങ്കിലും ദൈവത്തിൻ്റെ ശാപം, ദൈവം വെറുക്കുന്ന ഏതെങ്കിലും കാര്യം അവിടെ ജീവിതത്തിലുണ്ടായിട്ട് ഇവിടെ വന്ന് വിദ്യാരംഭം നടത്തിയിട്ട് അവൻ പരാജയപ്പെട്ടു പോയെന്ന് ദൈവനാമം ദുഷിക്കപ്പെടാനിടയാകരുത്. ഇവിടെ വന്ന് അനേകർ വിദ്യാരംഭം നടത്തി പോയിട്ടുണ്ട്, അനേകർ നല്ല കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, അനേക വീടുകൾക്ക് കല്ല് വാർത്തിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കർത്താവ്, അവിടെ എന്തെങ്കിലും പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് ഉത്തരവാദി എന്ന് ഞാൻ എന്നോട് ചോദിക്കുന്നു. ഞങ്ങളെല്ലാവരും വചനപ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്നവരാകുക നിങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റുവാനായിട്ട് തന്നെ.